കാർഷിക വാർത്തകൾ. തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കുരുമുളക് വിപണി. അതേസമയം മഴ മാറിയ പ്രതീക്ഷയിലാണ് റബ്ബർ മേഖല. മാറ്റമില്ലാതെ നാളികേര വില. കുരുമുളക് വിപണി വീണ്ടും വിലത്തകർച്ചയുടെ പിടിയിൽ. തുടർച്ചയായ ദിവസങ്ങളിൽ ഉൽപ്പന്നത്തിന് നേരിട്ട തളർച്ച കാർഷിക മേഖലയെ ആശങ്കയിലാക്കി. ഓഫ് സീസൺ ആയതിനാൽ 2 ദിവസങ്ങളിൽ വില ക്വിന്റലിന് 600 രൂപ ഇടിഞ്ഞു. അപ്രതീക്ഷിത വിലത്തകർച്ച സ്റ്റോക്കിസ്റ്റുകളെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കുമെന്ന ഭീതിയിലാണ് വിപണി വൃത്തങ്ങൾ. ഉത്തരേന്ത്യൻ വാങ്ങലുകാരുടെ അഭാവത്തിൽ വിലയിടിക്കാനുള്ള ആസൂത്രിത നീക്കം നടത്തുന്നതായി ആശങ്ക. അന്തർ സംസ്ഥാന വാങ്ങലുകാരുടെ പിന്തുണ അല്പം കുറവാണ്. അൺഗാർബിൾഡ് കുരുമുളക് വില ഇന്ന് 300 രൂപ കുറഞ്ഞ് 68,600 രൂപയായി. രാജ്യാന്തര വിപണിയിൽ മലബാർ കുരുമുളക് വില ടണ്ണിന് $8,100. മഴ മാറിയതോടെ റബ്ബർ ഉൽപാദന മേഖല ടാപ്പിങ്ങിന് തിരക്കിട്ട നീക്കം തുടങ്ങി. കഴിഞ്ഞ വാരം ശക്തമായ മഴ മൂലം ഉൽപാദകർ തോട്ടങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് വിപണിയിൽ ചരക്ക് വരവ് ചുരുങ്ങാൻ ഇടയാക്കി. പുതിയ സാഹചര്യത്തിൽ മാസമധ്യം മുതൽ ഉയർന്ന അളവിൽ ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങുമെന്നാണ് ചെറുകിട വ്യവസായികളുടെ കണക്കുകൂട്ടൽ. ആഭ്യന്തര വിദേശ വിപണികളിൽ റബ്ബർ വില ഓരോ റേഞ്ചിലാണ് നീങ്ങുന്നത്. തായ് മാർക്കറ്റായ ബാങ്കോക്കിലും കൊച്ചിയിലും ഷീറ്റ് വില കിലോ 186 രൂപയിലാണ്. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയാണ്. മാസാരംഭമായതിനാൽ പ്രാദേശിക വിപണികളിൽ നിന്നും മില്ലുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പുതിയ ഓർഡറുകൾ ലഭിക്കാഞ്ഞത് എണ്ണവില മാറ്റമില്ലാതെ നിലകൊള്ളാൻ കാരണമായി. വെളിച്ചെണ്ണയുടെ ഉയർന്ന വില മൂലം ചെറുകിട വിപണികളിൽ വിൽപ്പന ചുരുങ്ങി. കാങ്കയത്ത് വെളിച്ചെണ്ണ ക്വിന്റലിന് 31,000 രൂപയിലും കൊച്ചിയിൽ 35,700 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇടുക്കിയിൽ വിളവെടുപ്പ് വേഗത്തിലായതോടെ ഏലം മേഖലയിൽ ഡിമാൻഡ് വർദ്ധിച്ചു. ഇതോടെ സജീവമായിരിക്കുകയാണ് ലേലകേന്ദ്രങ്ങൾ. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള തുടർച്ചയായ മഴ ഉൽപാദനത്തിൽ ഏകദേശം 15 മുതൽ 20% വരെ ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷേ വിസ്തൃതിയിലെ വർധനവും കൂടുതൽ കൃഷി ചെയ്തതും ഈ സീസണിൽ ഏലം വരവ് വർദ്ധിക്കാൻ കാരണമായി. കയറ്റുമതിയും ആഭ്യന്തര ഡിമാൻഡും ശക്തമായതോടെ ദൈനംദിന ലേലങ്ങളിലേക്ക് ഏലത്തിന്റെ റെക്കോർഡ് വരവാണെന്നാണ് ഏല കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്. ഈ സീസണിൽ വിള 32,000 മുതൽ 34,000 ടൺ വരെയാകാമെന്നാണ് വിലയിരുത്തൽ. അടുത്ത 3 മുതൽ 4 മാസത്തേക്ക് വില കിലോഗ്രാമിന് ഏകദേശം 2,400 മുതൽ 2,700 വരെയായി തുടരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴ അടിസ്ഥാനമാക്കി വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും കാര്യമായി ഇടിയില്ലെന്നാണ് വിപണിയുടെ വിലയിരുത്തൽ. ഇന്ത്യൻ ഏലം ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ളതാക്കുന്നതിന് പ്രീമിയം ഗ്രേഡുകളുടെ ശരാശരി കയറ്റുമതി വിലയിൽ വർധന വരുത്താനുള്ള നീക്കങ്ങളും ശക്തമാണ്. ആഭ്യന്തര വിപണിയിലെ പല കർഷകരും സ്റ്റോക്ക് സൂക്ഷിക്കാനും ആഗോള വിപണിയിലെ പ്രവണതകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും തുടങ്ങിയിട്ടുണ്ട്. വിലയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നതും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊക്കോ ചെടികളിൽ രോഗബാധ ഉയരുന്നു. ആശങ്കയിൽ തോട്ടവിള മേഖല. കേരളത്തിലെ തോട്ടവിള മേഖലയിൽ കുറച്ചു വർഷങ്ങളായി ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് സൂചിത്തുരപ്പൻ പിൻഹോൾ ബോറർ. കേരള കാർഷിക സർവകലാശാല കൊക്കോ ഗവേഷണ കേന്ദ്രവും വെള്ളായണി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗവും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് രോഗബാധ കണ്ടെത്തിയത്. മരങ്ങളുടെ തടിയിലും കൊമ്പുകളിലെ ചെറിയ സുഷിരങ്ങളിലുണ്ടാക്കി ഇതിലൂടെയാണ് ഇവ തായ്തടിയിൽ പ്രവേശിക്കുന്നത്. തെങ്ങ്, കവുങ്ങ്, റബ്ബർ എന്നീ തോട്ടവിളകളിലാണ് സൂചിത്തുരപ്പൻ രോഗബാധ കൂടുതലായി കണ്ടുവരുന്നത്. പ്ലാവ്, റംബൂട്ടാൻ, തേക്ക് എന്നീ മരങ്ങളിലും ഈ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കൊക്കോ മരങ്ങളിലും ഈ രോഗബാധ വ്യാപകമായി കണ്ടുവരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ കൊക്കോ വില കുറച്ചു നാളുകളായി ഇടിവിലാണ്. വിലയിടിയും രോഗബാധയും കർഷകരെ ദുരിതത്തിലാക്കിയ അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി മുന്നേറുന്നു. തുടർച്ചയായ 4ാം സാമ്പത്തിക വർഷവും കാപ്പി വിപണി നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ കാപ്പി കയറ്റുമതിയിൽ ശക്തമായ മുന്നേറ്റം തുടരുകയാണ്. തുടർച്ചയായ 4ാം സാമ്പത്തിക വർഷവും കുതിപ്പ് നിലനിർത്തുകയാണ് കാപ്പി വിപണി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി $1.8 ബില്യൺ എത്തി. 2023-24 സാമ്പത്തിക വർഷത്തിൽ നേടിയ $1.28 ബില്യൺ 40.2% വളർച്ചയാണ് ഇത് കാണിക്കുന്നതെന്ന് വകുപ്പ് വ്യക്തമാക്കി. മികച്ച രുചികൾക്കായുള്ള ആഗോള ആവശ്യം വർദ്ധിച്ചതിനാൽ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി ഗണ്യമായി വളർന്നുവെന്ന് വാണിജ്യ മന്ത്രാലയം 2025 തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിന്റെ ഏകദേശം 3/4 ഭാഗവും അറബിക്ക, റോബസ്റ്റ കാപ്പികളാണ്. വറുക്കാത്ത ബീൻസ് ആയിട്ടാണ് ഇവ കയറ്റുമതി ചെയ്യുന്നത്. ആഗോളതലത്തിൽ 7ാമത്തെ വലിയ കാപ്പി ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.